ഒരു ചാള മുളക് കറി വെക്കുന്ന കണ്ടാലോ. അപ്പോൾ ചട്ടി ചൂടാകുമ്പോഴത്തേന് എണ്ണ ഒഴിച്ച് കൊടുക്കാവേ. വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായി വരുമ്പോഴത്തേന് നമുക്ക് 1/4 ടീസ്പൂണോളം ഉലുവ പൊട്ടിക്കായിട്ട് കൊടുക്കാം. ഞാൻ കടുക് ഉപയോഗിക്കത്തില്ല. ഉലുവ നല്ലതുപോലെ പൊട്ടി വരുമ്പോഴത്തേന് ഒരു 4-5 കഷ്ണം വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചി, 5 പച്ചമുളക്, കുറച്ച് കറിവേപ്പിലയും കൂടെ അരിഞ്ഞത് ഇട്ട് കൊടുക്കാവേ. അതും ഒന്ന് നല്ലതുപോലെ മൂത്ത് വരുമ്പോഴത്തേന് നമുക്ക് കുറച്ച് കൊച്ചുള്ളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. കൊച്ചുള്ളി നീളത്തിന് അരിഞ്ഞതാണേ. നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾ എടുക്കുക. പിന്നെ ഞാനിവിടെ 14 കഷ്ണം ചാളയായിരുന്നു ഉണ്ടായിരുന്നത്. ചെറിയ ചാളയായിരുന്നു. ഒരു 1/2 ടീസ്പൂണോളം ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ പെട്ടെന്ന് വഴണ്ടി കിട്ടും. അതിനുശേഷം നമുക്ക് ചെറിയൊരു കഷ്ണം തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം. അതും എല്ലാം ഒന്ന് നല്ലതുപോലെ വഴണ്ടി വരുമ്പോഴത്തേനും നമുക്ക് അരപ്പൊഴിച്ച് കൊടുക്കാവേ. നേരത്തെ തന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം മുളക് പൊടിയും 1/2 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ഉലുവയും കൂടെ ഒരു ചീനച്ചട്ടിയിലിട്ട് നല്ലതുപോലെ ചൂടാക്കി മൂപ്പിച്ചെടുത്തതിന് ശേഷം ജാറിൽ തട്ടിയിട്ട് ഒരു ഇളം ചൂടുവെള്ളം കൊണ്ടിട്ട് അരച്ച് നല്ലതുപോലെ അരച്ച് പേസ്റ്റാക്കി എടുത്ത ഒരു അരപ്പായി ഉപയോഗിച്ചത്. പിന്നെ അടച്ച് വെക്കുന്നതിന് മുമ്പേ കുറച്ച് കറിവേപ്പിലയും കുടമ്പുളിയും കൂടിയിട്ട് നല്ലതുപോലെ തിളപ്പിക്കാൻ വെക്കണവേ. നല്ലതുപോലെ തിളച്ച് വരുമ്പോഴത്തേനും നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. ഞാൻ പറഞ്ഞില്ലേ ഒരു 14 കഷ്ണം ചാള ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ നല്ലതുപോലെ പരിഞ്ഞിലുണ്ടായിരുന്നേ. ഞാൻ പരിഞ്ഞിലൊക്കെ എടുത്ത് വറുക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടച്ച് വെക്കാവേ. അടച്ച് നല്ലതുപോലെ തിളച്ച് വെന്ത് വരുമ്പോഴത്തേന് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാവേ. ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ വറ്റിച്ചെടുക്കാം. വറ്റി വരുമ്പോഴത്തേനും നമുക്ക് ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ഇട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നല്ലതുപോലെ വറ്റി വരുമ്പോഴത്തേന് നമുക്കൊരു നുള്ളു പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാവേ. പഞ്ചസാരയിട്ട് കറിവേപ്പിലയിട്ട് നമുക്ക് വാങ്ങി വയ്ക്കാവേ. നമുക്കിത് ചീനിയുടെ കൂടോ പുട്ടിൻ്റെ കൂടോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. എൻ്റെ കയ്യിൽ ചീനി ഉണ്ടായിരുന്നു. അപ്പോൾ ചീനിയും മുളകിട്ട ചാളയും കൂടെ നല്ലതുപോലെ കഴിക്കുകയാണേ. അപ്പോൾ ടേസ്റ്റുമാണ്. അപ്പോൾ സെറ്റുമാണ്. അടിപൊളിയുമാണ്.